ഹലോ ഫ്രണ്ട്സ്, മുഹ്താറാണ്. ഞാനിപ്പോൾ ഉള്ളത് വയനാടാണ്. വയനാട് നമ്മൾ ബാക്കിൽ തന്നെ കാണാം, ജംഗിൾ സഫാരിൻ്റെ ബസ്സൊക്കെ ഉണ്ട്. ഫുള്ള് സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സ്റ്റിക്കർ വർക്കിലേക്കല്ല ഞാൻ പോകാൻ പോണത്. നമ്മൾ ഏകദേശം 2 മാസം മുമ്പ് ഇവിടെ വീണ്ടും വന്നിരുന്നു സ്ലീപ്പർ ബസ്സിനെ പരിചയപ്പെടുത്താൻ വേണ്ടി. വെറും 160 രൂപയ്ക്ക് വയനാട് വരുന്ന സഞ്ചാരികൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ടാണ് സ്ലീപ്പർ ബസ് സൗകര്യം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇപ്പം ജംഗിൾ സഫാരി എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ബസ്സാണ്. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങാൻ പോവുകയാണ്. ജംഗിൾ സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നത് ഈവനിങ് ഏകദേശം 6:30 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഏകദേശം 4-5 മണിക്കൂർ നമ്മൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടിയുള്ള യാത്ര ആട്ടോ. അപ്പോൾ എന്തായാലും ഉള്ളോട്ട് കയറി വെക്കാം. ഭ്രാന്തിൻ്റെ പുറത്ത് തന്നെ കയറി പോകുന്നതാണ് ഞങ്ങൾ. ഇപ്പോൾ വന്നപ്പോഴാണെങ്കിലും പറഞ്ഞു മൃഗങ്ങളെ കാണാനാണെങ്കിലും സൂവിൽ പോയാൽ മതി. പക്ഷേ ആ വന്യതയുടെ വശ്യതയിൽ നമുക്ക് മൃഗങ്ങളെ കാണണമെന്നുണ്ടെങ്കിൽ ഒബിയസ്ലി അത് ഫോറസ്റ്റിൽ ഫ്രീ ആയിട്ട് നടന്നു. ഏകദേശം 11 മണിയോടുകൂടി ഈ കാടും അതുപോലെ തന്നെ പ്രകൃതി മൊത്തം ആസ്വദിച്ച് മൃഗങ്ങളെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ് ഈ ഒരു ജംഗിൾ സഫാരിനെ കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നലെ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ മഴക്കുള്ളത് കൊണ്ട് അതുപോലെ തന്നെ നല്ല ഇരുടായിപ്പോയി. 6:30 മണിയാകുമ്പോൾ തന്നെ നല്ലോണം ഇരുടായതുകൊണ്ട് ഞാൻ ഇൻട്രോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്ന് രാവിലെ, അതായത് സ്ലീപ്പർ ബസ്സിൽ സ്റ്റേ ചെയ്തിട്ടാണ് ഇപ്പോൾ ഇൻട്രോ കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഈ ഒരു ജംഗിൾ സഫാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തങ്ങ ഫോറസ്റ്റ്, അതായത് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ യാത്ര തുടങ്ങിയിട്ട് ഏകദേശം മുത്തങ്ങ ബോർഡർ എത്തുമ്പോൾ വണ്ടി കർണാടക ബോർഡറിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തന്നെ വണ്ടി തിരിക്കും. ആ തിരിച്ചിൽ തന്നെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഒരുപാട് കാഴ്ച പറഞ്ഞാൽ കാടിനറിഞ്ഞിട്ടുള്ള ഒരു യാത്രയാണ്. മൃഗങ്ങൾക്ക് ശല്യമില്ലാത്ത വണ്ടി വളരെ സ്ലോലി, ഇത് 20-10 യാത്ര ചെയ്തിട്ട് കിട്ടുന്ന ഒരു ഭംഗിയുണ്ട്. ആ ഭംഗി മാത്രമല്ല, ആ കാടിൻ്റെ ഉള്ളിലേക്ക് ടോർച്ചൊക്കെ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ മാനെയും പുലിനെ നമ്മൾ കണ്ടിട്ടില്ല, മാനെയും ആനയെയൊക്കെ കണ്ടിട്ടുള്ള ഒരു യാത്രയാണ്. ആ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു യാത്രയാണ്. അവിടുന്ന് തിരിച്ചിട്ട് പിന്നെ ഒരു ഉൾഗ്രാമത്തിലേക്കാണ് പോകുന്നത്. ശരിക്കും ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വയനാട് എന്നുള്ള പേര് വരാനുള്ള മെയിൻ കാരണം വയൽ നാട്. ആ ഒരു വയൽ കൂടെയൊക്കെ യാത്ര ചെയ്തിട്ട് കാട്ടിൻ്റെ ഉള്ളിലേക്കുള്ള ഒരു യാത്രയാണ്. ആ യാത്രയിൽ ഒരുപാട് അനുഭവങ്ങളുണ്ടായി. ഏകദേശം ഇന്നലത്തെ യാത്രയിൽ ഏകദേശം 30 പേരായിട്ടുണ്ടായിരുന്നു. മാക്സിമം നമ്മൾ എൻജോയ് ചെയ്തിരുന്നു ആ ഒരു യാത്രയിൽ. എൻജോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടും കൂട്ടും താളം മേളൊന്നും അല്ല, എല്ലാം കാടിനെ ആസ്വദിച്ചിട്ടുള്ള ഒരു യാത്രയായിരുന്നു. പിന്നെ ഒരു ഗ്രാമപ്രദേശം, അതായത് ആൾവാസം ഉള്ള സ്ഥലത്തെത്തുമ്പം കണ്ടക്ടറും ഇതിൻ്റെ മെയിൻ ആൾ വർഗീസേട്ടൻ പറയും, നിങ്ങൾ എന്തെങ്കിലും പാട്ടൊക്കെ വെച്ചോളി എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു കുറഞ്ഞ ടൈമിൽ ചിലപ്പോൾ 2 കിലോമീറ്റർ ആയിരിക്കും, വെറും 10 മിനിറ്റ് ആയിരിക്കും. ആ ഒരു 10 മിനിറ്റ് നമ്മളെല്ലാവരും കൂടി മാക്സിമം എൻജോയ് ചെയ്തൊരു യാത്രയായിരുന്നു. പിന്നെ ഈ ഒരു ട്രിപ്പിന് മെയിനായിട്ട് വരുന്നത് 300 രൂപയാണ്. ഒരാൾക്ക് 300 രൂപയാണ്. പിന്നെ ഒരു ഭാഗ്യ പരീക്ഷണമാണ്, പ്രതീക്ഷയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിൽ കൊടുക്കുന്നത്. കാരണം യാത്ര ചെയ്തുകൊണ്ടിരിക്കും ആന വരും, പുലി വരും, കുതിര വരും, മറ്റേ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് വരും എന്നുള്ള ആ പ്രതീക്ഷയോട് കൂടി നമ്മൾ കാടിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. കാരണം മറ്റുള്ള ബസ്സിൻ്റെ മാതിരിയല്ല, നല്ല സ്പീഡ് പോയിട്ട് യാത്ര കഴിച്ച് തിരിച്ചു വരാമെന്നുള്ളൊരു ഉദ്ദേശമേ അല്ല. വെറും 10 മിനിറ്റുള്ള ഒരു യാത്രയാണ്. വെറും 10 സ്പീഡിലുള്ള ഒരു യാത്രയാണ്. ആ ഒരു സ്പീഡ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. കാട്ടിൻ്റെ ഉള്ളിലേക്ക് വലിയ ടോർച്ചുകളൊക്കെ അടിച്ചിട്ട് ഒരുപാട് മാൻകൂട്ടത്തെ കണ്ട്, അതുപോലെ തന്നെ ആനനെ കാണണം എന്നുള്ള ആ ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ. കാട്ടാനനെ തന്നെ സാധാരണ ആനനെ നമ്മൾ എല്ലാ സ്ഥലത്തും കാണലുണ്ട്, പക്ഷേ ഈ കാട്ടാനനെ കാണാനുള്ള ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ. ആ ഒരു പ്രതീക്ഷ വെച്ചിട്ട് ലാസ്റ്റ് നിരാശ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് പെട്ടെന്ന് ആനനെ കണ്ടുമുട്ടിയത്. അപ്പം തന്നെ അങ്ങോട്ട് ലൈറ്റ് അടിക്കാൻ പറ്റാത്തൊരു സാഹചര്യം കൂടി വന്ന്, ലൈറ്റ് അടിക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് അതിൻ്റെ വിഷ്വൽസ് കറക്റ്റ് കിട്ടായിരുന്നു. കാരണം ആന ബസ്സിൻ്റെ സൈഡിലേക്കായിരുന്നു. ഫ്രണ്ടിലാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആ ഒരു ബസ്സിൻ്റെ വെളിച്ചത്തിലെങ്കിലും ആ ഒരു വിഷ്വൽസ് കറക്റ്റായിട്ട് കിട്ടും. അത് കഴിഞ്ഞ് ഏകദേശം 11 മണി, അതായത് 6:00 തുടങ്ങിയ യാത്ര ഏകദേശം 11 മണിയാകുമ്പോഴാണ് കഴിഞ്ഞത്. 11 മണി കഴിഞ്ഞിട്ട് KSRTC sulthanbateri ഡിപ്പോയിൽ വന്നതിന് ശേഷം, അതുപോലെ തന്നെ ഇപ്പം ലോങ് യാത്ര, അതായത് കോഴിക്കോട്, അതുപോലെ തന്നെ ഇപ്പോൾ പാലക്കാട്, കൊല്ലം, ഒരുപാട് സ്ഥലത്ത് നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. നിങ്ങൾ വരുന്നതിന് മുമ്പ് ഈ ഒരു ജംഗിൾ സഫാരി ബുക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ രാത്രി 11 മണിക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ എങ്ങോട്ട് പോകുന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ജംഗിൾ സഫാരി ബുക്ക് ചെയ്യുന്നതിന് കൂടെ തന്നെ സ്ലീപ്പർ ബസ്സുകൾ നിങ്ങൾ ബുക്ക് ചെയ്യുക. കാരണം ഈ ഒരു ജംഗിൾ സഫാരിക്ക് 300 രൂപയാണ് വരുന്നത്. അത് കഴിഞ്ഞ് 160 രൂപ സ്ലീപ്പർ ബസ്സുണ്ട്. ഏകദേശം 460 രൂപയ്ക്കുണ്ട്. സഫാരിയും കഴിയും, സ്ലീപ്പർ ബസ്സിൽ സ്റ്റേയും കഴിയും, എല്ലാ ചിലവും അതിൽ കഴിയും.
അപ്പോൾ മാക്സിമം നിങ്ങളെ എൻജോയ് ചെയ്യാനുള്ള ഒരു ഉദ്ദേശമാണെങ്കിൽ ജംഗിൾ സഫാരിക്ക് വരാം. എന്ത് എൻജോയ്, കാടിനറിഞ്ഞിട്ടുള്ള ഒരു യാത്രയാണ്. ഒരുപാട് മൃഗങ്ങൾ ചിലപ്പോൾ ഒന്നും കണ്ടില്ല എന്ന് വരും, ചിലപ്പോൾ നിരാശ ആയ അവസ്ഥ വരും. കാരണം സത്യം പറഞ്ഞാൽ ആ ഒരു ആനനെ കാണുന്നതിന് മുമ്പ് വരെ സത്യം പറഞ്ഞാൽ എനിക്ക് യാത്രയോട് ഒരുപാട് ചടച്ചു പോയിരുന്നു. പക്ഷെ മാൻകൂട്ടത്തെ ഒരുപാട് കണ്ടിരുന്നു. പിന്നെ നമ്മൾ കാട് എന്താണ്, പ്രകൃതി എന്താണെന്ന് അറിയാൻ വന്നൊരു യാത്രയാണ്. മറ്റുള്ള ഉല്ലാസ യാത്ര മാതിരിയല്ല. മറ്റുള്ള ഉല്ലാസ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മളൊരു 3-4 ട്രിപ്പൊക്കെ പോവുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് മുതൽ ലാസ്റ്റ് വരെ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് യാത്ര ചെയ്തതാണ്. പിന്നെ ഈ ഒരു ജംഗിൾ സഫാരീൻ്റെ ഈ ഒരു ബസ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. കാട്ടുപോത്തുണ്ട്, മാനുണ്ട്, എല്ലാ പുലിയുണ്ട്, ആനുണ്ട്, എല്ലാം ഉണ്ട്. ജംഗിൾ സഫാറിൻ്റെ സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം വൈറലായി നിൽക്കുന്ന ഒരു ബസ് ഇത് തന്നെ ആയിരിക്കും. കാരണം ഇപ്പം ടൂറിസ്റ്റ് ബസ്സിൻ്റെയും ഈ ഒരു KSRTC ബസ്സിൻ്റെയും ഇഷ്യൂ കൊണ്ട് തന്നെ ഈ ഒരു ബസ്സിൻ്റെ സ്റ്റിക്കർ വർക്ക് നല്ലോണം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു സ്റ്റിക്കർ വർക്കിനെ കുറിച്ചൊന്നും നമ്മളിപ്പോൾ സംസാരിക്കുന്നില്ല, നമ്മൾ ഓൾറെഡി സംസാരിച്ചതാണ്. ഏകദേശം 48 പേര് അടങ്ങുന്ന ഈ ഒരു ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. ഒരൊറ്റ ബസ്സേ ഉള്ളൂ. ചാർട്ടേഡ് ബസ് എന്ന് പറഞ്ഞാൽ ചാർട്ടേഡ് ട്രിപ്പാണ്. ഈ ഒരു ജംഗിൾ സഫാരിക്ക് മാത്രമുള്ള ഒരു ബസ്സാണ് ഇത് അലൗഡ് ചെയ്തിട്ടുള്ളത്. ഡെയിലി യാത്ര ഉണ്ട്. വൈകുന്നേരം 6:30 മുതൽ 11 മണി വരെയാണ്. മുൻകൂട്ടി ബുക്ക് ചെയ്യണം. കാരണം ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരുപാട് ആൾക്കാർ ഒരുപാട് സ്ഥലത്തുനിന്ന് വിളി തുടങ്ങിയിട്ടുണ്ട്. അധിക ദിവസങ്ങളിലും ട്രിപ്പ് ഫുള്ളായിക്കൊണ്ട് നിൽക്കുകയാണ്. കാരണം വേറെ ഒന്നല്ല, ഈ ഒരു യാത്രയാണ്. കാരണം ഇതുവരെ ഇങ്ങനത്തെ ഏകദേശം ഒരു പുൽപ്പള്ളി ഭാഗത്തേക്കൊക്കെ രാത്രി യാത്രകൾ നിഷേധിച്ച സ്ഥലത്തേക്കാണ് ഈ ഒരു ബസ് പോണത്. അപ്പോൾ ഒരുപാട് മൃഗങ്ങളെ കാണാനുള്ള ഒരു ആവശ്യത്തിലാണ് ഓരോരുത്തരും ഇത് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സഫാരി യാത്രയിൽ ബുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കുക. കാട്ടുപോത്തൊക്കെ ഉണ്ട് കേട്ടോ. മൊത്തത്തിൽ ഈ ബസ് മൊത്തത്തിൽ അടിപൊളിയായിട്ട് സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബസ്സിലാണ് നമ്മൾ ഇന്നലെ പോയത്. ഇന്നലെ പോകാനുള്ള കാരണം ഞാൻ തുടക്കം തന്നെ പറഞ്ഞിരുന്നു, ഈ ഒരു ബസ് ഈവനിങ് ടൈമിൽ അത്യാവശ്യം നല്ല ഇരുടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ടൈമിന് ഫുള്ള് വിഷ്വൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ മാത്രമല്ല മാക്സിമം ഷെയറും ചെയ്യണം. ഈ ഒരു ബസ്, ഈ ഒരു യാത്ര ജംഗിൾ സഫാരി കാടറിഞ്ഞിട്ടുള്ള ഒരു യാത്രയാണ്. മൃഗങ്ങളെ തേടിയിട്ടുള്ള ഒരു യാത്രയാണ്. പ്രതീക്ഷ ഒരുപാട് വെച്ചിട്ടുള്ള ഒരു യാത്രയാണ്. പ്രതീക്ഷ മാത്രമായി പോകരുത്. പ്രതീക്ഷ മാത്രമായി പോയി കഴിഞ്ഞാൽ ഈ ഒരു യാത്ര നിങ്ങൾക്ക് ചിലപ്പം ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം മൃഗങ്ങളെ കണ്ട് എന്തായാലും നിങ്ങൾ മൃഗങ്ങളെ കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും മാൻകൂട്ടത്തെ നിങ്ങൾ കാണുന്നു 100% ഉറപ്പാണ്. കാരണം ആ ഒരു യാത്രയിൽ ഒരുപാട് മാൻകൂട്ടങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. പിന്നെ ആനനെ കാണണം, പുലിനെ കാണണം എന്നുള്ള പ്രതീക്ഷ വെച്ചിട്ട് ആനനെയും കണ്ട്. എന്തായാലും അടിപൊളി. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നതാണ്. ബൈ.